എന്തുകൊണ്ട് ഒബിസിറ്റി? ആർക്കാണ് ഒബിസിറ്റി വരുന്നത്? ഒരേപോലെ ഭക്ഷണം കഴിക്കുന്നവരുടെ എല്ലാവരുടെയും വെയിറ്റ് ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ജന്മനാ ഉള്ള നമ്മുടെ ജീൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് വെയിറ്റ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. വേറൊന്ന്, എപ്പിജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് യൂട്രസിലായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ, ന്യൂട്രീഷൻ, സൊമാറ്റിക് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഇതെല്ലാം ആ കുഞ്ഞിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണ്, വെയിറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കുട്ടികൾ പൊതുവേ വെസ്റ്റേൺ പോപ്പുലേഷനുമായിട്ട് നോക്കിയാൽ അണ്ടർ വെയിറ്റ് ആണ്. അണ്ടർ വെയിറ്റ് ആകുന്നതിന് ഒരു കാരണം മെറ്റേണൽ ന്യൂട്രീഷൻ തന്നെയാണ്. അമ്മയ്ക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ അതിനൊരു കാര്യമാണ്, അമ്മയുടെ മാനസികാവസ്ഥ അതിന് വേറൊരു കാര്യമാണ്. പിന്നെയുള്ള സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. തണുപ്പ് രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് നാച്ചുറലി അവരുടെ വെയിറ്റ് കൂടുതലായിരിക്കും. കാര്യം അവരുടെ സ്കിന്നിന് താഴെയുള്ള ഫാറ്റ് കൂടുതലായിരിക്കും. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് വെയിറ്റ് കുറവാണ്, സ്കിന്നിന് താഴെയുള്ള ഫാറ്റ് കുറവാണ്. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഒബിസിറ്റി ഉണ്ടായിരുന്നത്. ഫാറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടാതിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതിനുള്ള റിസർവായിട്ടാണ് ഈ ഫാറ്റ് ടിഷ്യൂ വെച്ചിരിക്കുന്നത്. നമുക്ക് ഭക്ഷണം കിട്ടില്ല, 2 ദിവസം ഭക്ഷണം കിട്ടില്ലെങ്കിൽ ഈ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ വേണ്ട എനർജി, ബ്രെയിനിന് പ്രവർത്തിക്കാൻ വേണ്ട എനർജി, ഹാർട്ടിന് പ്രവർത്തിക്കാൻ വേണ്ട എനർജി, അതെല്ലാം കിട്ടേണ്ടത് ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിൽ നിന്നാണ്. ആ ഫാറ്റിൽ നിന്ന് എടുത്താണ് ബോഡിയുടെ എനർജി മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു റിസർവാണ് ഈ ഫാറ്റ് ടിഷ്യൂ.